ജീവിതത്തിൽ കുറേ പരീക്ഷണങ്ങൾ നമ്മളിങ്ങനെ അനുഭവിച്ച് പോകുന്ന ടൈമിൽ നമുക്കുണ്ടാകുന്ന സങ്കടത്തിൽ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം മറക്കുന്നൊരു ടൈമുണ്ട്, യാത്രയിലായിരിക്കും. ഞാനിപ്പം എൻ്റെ ജോലി സംബന്ധമായി ഞാൻ ബാംഗ്ലൂർ ടു മസ്കറ്റ് യാത്രയിലാണ്. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനും ആ ഒരു രീതിയിലുള്ള, സത്യം പറഞ്ഞാൽ ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു എയർപോർട്ടിൽ വന്നേരം എനിക്ക് മാറിക്കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളതൊന്നും മറന്നു പോവുക. എന്നുവെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് എയർപോർട്ടാണോ അല്ലെ ഒരു മോളാണോ എന്താ നമുക്കൊരു ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയും ഓരോ ഏരിയകൾ ഇവർ ഓരോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അതായത് ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ആർട്ട് പോലെ. അതായത് നമുക്കിപ്പോൾ ഒരു ഫ്ലൈറ്റ് ഷെഡ്യൂളായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോറിങ്ങും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഏരിയകൾ കവർ ചെയ്ത് കാണുമ്പം തന്നെ നമുക്ക് ആ ടൈം സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇനിയും കവർ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വരിക. സത്യം പറഞ്ഞാൽ വൺ ടൈമിങ് മസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കണ്ടവർക്കേ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഫീലിങ്ങും. എന്താ പറയാൻ വാക്കുകളില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഒരു സ്ഥലത്ത് പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് കാണേണ്ട ഏരിയ അല്ല, പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ലിസ്റ്റിൽ ഇട്ട് വെക്കേണ്ട ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ഇത് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന ടേക്ക് ഓഫ് ലാൻഡിങ് ഫുൾ ഓപ്പണായിട്ട് ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഫ്ലൈറ്റ് പോലും നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത്രയും ഫ്ലൈറ്റ്സ് ഉണ്ടോ, ഇത്രയും ഒരു ദിവസം ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിൽ ഇത്രയും ഫ്ലൈറ്റ്സ് നമുക്കിങ്ങനെ ടേക്ക് ഓഫ് ആകുന്നുണ്ട്, ലാൻഡ് ചെയ്യുന്നുണ്ട്. എവറിത്തിങ് എന്താ പറയുക ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം തന്നെ പറയാം. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിൽ സത്യം പറഞ്ഞ ഒരു ഇടം പിടിക്കുന്ന ഒരു എയർപോർട്ടായിട്ട് നമുക്ക് എന്തായാലും ബാംഗ്ലൂർ എയർപോർട്ട് മാറും.